ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മസാജറാണ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു മസാജർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് മസാജ് ഗൺ എന്ന് വേണമെങ്കിൽ കറക്റ്റായിട്ട് പറയാൻ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോൾ ഡെയിലി ലൈഫിൽ പ്രത്യേകിച്ച് നിങ്ങൾ ജിമ്മിൽ പോകാണ്ട് അല്ലെങ്കിൽ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാം, നോർമലി നമുക്ക് ബോഡി പെയിനും കയ്യിലൂടെ പെയിൻ, അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ബാക്കിൽ പെയിൻ, അങ്ങനത്തെ കുറേ സ്ഥലത്ത് നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ മസിൽസ് ഭയങ്കര ഹാർഡായിട്ട് വരുന്ന ഒരു കുഴപ്പമാണ്. നിങ്ങൾ ഫിസിയോതെറാപ്പി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവർ ആദ്യം ചെയ്യുക നമ്മുടെ മസിൽസിനെ ലൂസാക്കുക എന്നുള്ളതാണ് അത് മെയിനായിട്ട് ചെയ്യുക. അപ്പോൾ അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിപാടി, അവർ ഉപയോഗിക്കുന്ന പരിപാടി തന്നെയാണ് നമ്മുടെ മസാജ് ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മസാജ് ഗൺ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡോക്ടർ ഫിസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മസാജ് ഗണ്ണാണിത്. ഡോക്ടർ ട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഇവരുടെ ഡോക്ടർ ടെസ്റ്റിന് മുമ്പ് ഞാൻ BP മോണിറ്റർ സംഭവം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ മൊറോണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അക്യൂഷുവറിൻ്റെ ഉണ്ട്, രണ്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ടെസ്റ്റും അറിയാം, നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് 899 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. ബാക്കി കുറേ ബ്രാൻഡുകൾക്ക് ഉണ്ട്, ഗെറോനുണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡുകളുടെ ഉണ്ട്. 1500 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തത് എനിക്ക് പ്രൈസിൽ തോന്നിയത്, അത്യാവശ്യം 1000 രൂപയുടെ താഴെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എനിക്ക് തോന്നിയത്. നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ എന്താ പറയുക, ഇതിൻ്റെ ഗണ്ണുമ്പോൾ പിടിക്കാൻ പറ്റുന്ന കുറേ അക്സസറീസ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്സസറീസ് ഉണ്ട്. അതും ഇതിനൂടെ 4-5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്രോഡ് കോൾ. അപ്പോൾ കസ്റ്റമൈസബിൾ ഇപ്പോൾ ഇതിനുണ്ട് 3 സ്പീഡും ഉണ്ട്, നമുക്ക് സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്വയറ്റർ ഓപ്പറേഷനാണ്, ടോർക്ക് കൂടുതലുണ്ട്. അതായത് നമുക്കത് അറിയാമായിരിക്കും, ഇത് ഇങ്ങനെ വെറുതെ വൈബ്രേഷൻ അല്ല, ഈ സാധനം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മസാജ് ഗൺ എന്ന് പറയുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, Type-C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റി ആൻഡ് എനർജി കൺവേർഷൻ, അതായത് കൺസർവേഷൻ ഉണ്ട്. 15 മിനിറ്റ്സ് ഓട്ടോ പവർ ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വയറ്റർ ഓപ്പറേഷൻ ആണ്, ഹയർ ടോർക്ക് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. 6 സ്പീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. നമുക്ക് 6 സ്പീഡിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. മസാജ് ഗൺ 1034 എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യസ് നമ്പർ 1 ഹോം ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ISO 9001 കമ്പനി ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 4 അക്സസറീസ് ആണ് കിട്ടുന്നത്. ഹെഡുകൾ, അതായത് ബിഗ് ബോൾ ഹെഡ് വരുന്നുണ്ട്, നോർമൽ ആയിട്ടുള്ള വരുന്നു. പിന്നെ നമുക്ക് ബുള്ളറ്റ് ഷേപ്പ് ഹെഡ് വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഷേപ്പ് ഹെഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോർക്ക് ഷേപ്പ് ഹെഡ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പടം കൊടുത്തതിനുണ്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ പേരും സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ഒരു മെൻഷൻ ചെയ്തിരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് വായിക്കാൻ വേണമെങ്കിൽ ഡീപ്പ് മസാജ് എന്നുണ്ട്, ലോ നോയ്സ് വർക്കിംഗ്, ആൻറ്റി സ്കിഡ് സിലിക്കോൺ ഹാൻഡിലാണ്, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ, പ്രൊഫഷണൽ മസാജ് ഹെഡ് എന്നതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ആക്ച്വലി ഡോക്ടർ ടെസ്റ്റ് USA എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡാണ് ഇന്ത്യയിലത്തെ. ഡോക്ടർ ടെസ്റ്റ് USA എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് ബ്രാൻഡാണ്, അവിടുത്തെ അമേരിക്കൻ രജിസ്റ്റേർഡ് ബ്രാൻഡാണ്. പിന്നെ ഇവിടെ ഇന്ത്യയിൽ വരുന്നത് ന്യൂറേക്ക ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതിനെ ഫുള്ളായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. MRP ഒക്കെ 3999 രൂപയ്ക്കാണ്. 399 ഒക്കെയാണ്. പക്ഷേ നമുക്കിന് ബൈയിങ് പ്രൈസ് ആമസോണിൽ വരുന്നത് 8999 ആണ് വരുന്നത് കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഞാൻ അത് പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അന്ന് കാലത്ത് ജസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സീലൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. എന്താ വെച്ചാൽ ഞാൻ കുറേ നോക്കിയതിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക, അത്യാവശ്യം വാല്യൂ ഫോർ മണി. എന്താ വെച്ചാൽ നമ്മളിത് സ്ഥിരമായിട്ട് എന്തായാലും ഉപയോഗിക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ഒരു അത്ലറ്റോ അങ്ങനത്തെ പോലെ ഒരാളൊക്കെ ആണെങ്കിലാണ് നോർമലി അല്ലെങ്കിൽ ഡെയിലിയൊക്കെ ഉപയോഗിക്കാൻ വഴിയുള്ളൂ. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നിയിട്ട് എനിക്ക് ഈ ബ്രാൻഡാണ്. പിന്നെ ഗാരോണ്ടിയും കുറച്ച് പ്രൈസ് ചെയ്യുന്നുണ്ട്, 1300 1000 മുകളിൽ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ കാർഡുകൾ കിട്ടുന്നുണ്ട്. എന്താ ഇത് നമുക്ക് ഫസ്റ്റ് അവൈൽ ഫ്രീ 1 year വാറണ്ടി ഫോർ ഫ്ലിപ്കാർട്ട് കസ്റ്റമർ. ഞാൻ ഫ്ലിപ്കാർട്ട് അല്ല വാങ്ങിച്ചാൽ ആമസോണിലുണ്ട് കേട്ടോ. അവൈൽ ഫ്രീ 1 year വാറണ്ടി ഫോർ ആമസോൺ കസ്റ്റമർ. അതെങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാറണ്ടി എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. നോർമൽ 1 year ആണ് നമുക്ക് വാറണ്ടി വരുന്നത്. നമുക്ക് ഇത് കൂടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 year എക്സ്ട്രാ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ 15 ദിവസത്തിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ നമുക്കിതിൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. നോർമലി ആവശ്യം വരാറില്ല, പക്ഷേ ഒരു 2 ക്വിക്ക് സ്റ്റാർട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതിനത്. 2 സെയിം സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു Type-A to Type-C ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ 4 ഹെഡുകൾ. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഹെഡ്, കണ്ടു. ഇത് നമ്മുടെ ഫോർക്ക് ടൈപ്പ് ഹെഡ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ ബുള്ളറ്റ് ഷേപ്പ് ഹെഡ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ബോൾ ഇവിടെ ഉണ്ട്, ബോൾ ഷേപ്പ് ഹെഡ് ഇവിടെ ഉണ്ട്. ബോൾ ഷേപ്പ് ഹെഡ് ഇത് സ്പോഞ്ചാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് നോർമലി ഇത് വെച്ചിട്ടാണ് ഫിസിയോതെറാപ്പി. ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ പോയപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഈ ബാക്ക് നമ്മുടെ എന്താ പറയുക നെക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ കാരണം. അപ്പോൾ നെക്ക് പെയിനൊക്കെ ഞാൻ ഫിസിയോതെറാപ്പി പോയപ്പോഴും അവർ ഈ ബോൾ ഹെഡ് വെച്ചിട്ടാണ് നോർമലി ഫസ്റ്റ് തന്നെ അവർ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതാണ്, നമ്മുടെ മസിൽസിനെ ഇടിച്ച് ചപ്പാത്തിയൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, ബിൽഡും സൂപ്പറായിട്ട്. രക്ഷയില്ലാത്ത ബിൽഡാണല്ലോ ഈ പ്രൈസിന്. നോക്കിയാൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സാധനം വിചാരിച്ച പോലെ അല്ല. ടൈപ്പ് സി ചാർജിങ് ആണ്, അതിൻ്റെ സൈറ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ടണൊന്നും കാണാമല്ലോ, ഇതൊന്നുമില്ല ബട്ടൺ. ബട്ടനോടെ ബട്ടൺ ബാക്കിലാണ് കേട്ടോ. ഒരു ടൈപ്പ് സി ബോട്ടും ഉണ്ട്, നമുക്കൊരു ബട്ടൺ, അത് 3 ലൈറ്റും ഉണ്ട്, അതായത് അതിൻ്റെ 3 വൈബ്രേഷൻ മോട്ടറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫിക്സ് ചെയ്ത് ജസ്റ്റ് പ്രസ്സിങ് വരുള്ളൂ. അതാ അത്രേ ഉള്ളൂ, ഉണ്ട് പ്രസ്സിങ് ആണ്. അപ്പോൾ ഞാൻ ഇത് അമർത്തി പിടിക്കുകയാണ്. അത് ഓണായി കണ്ടു. ഇത് നല്ല വൈബ്രേഷൻ ഉണ്ട്. ഇത് ആദ്യത്തേലാണ് ഉണ്ടാകും, എന്നിട്ട് പോലും ഇത്ര വൈബ്രേഷൻ വരുന്നത്. ഇത് രണ്ടാമത്തെ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയില്ല, ചെറിയ സൗണ്ടുള്ളൂ, ഭയങ്കര ക്വയറ്റാണ് പറഞ്ഞ പോലെ തന്നെ. അതായത് മൂന്നാമത്തെ. ഓ നല്ലത് കണ്ടോ, ആവുന്നുണ്ട്. രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഒന്നിട്ടിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. അത് കുഴപ്പമില്ല. ഒന്ന് നമുക്ക് നോർമൽ അറിയാവുന്ന പരിപാടിയാണ് കേട്ടോ. ഫുൾ വൈബ്രേഷൻ വരുന്നുണ്ട്. കൊള്ളാം. ഫിസിയോതെറാപ്പിക്കാരൊക്കെ ശരിക്കും ഞങ്ങൾക്ക് ഈ ചപ്പാത്തിയെ കൂടെ ശരിക്കും എടുക്കും. നിങ്ങൾ ആദ്യത്തെ ഫിസിയോതെറാപ്പി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവർ ഈ സാധനം വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലത്തെ കുറേ മൾട്ടിപ്പിൾ ഹെഡ് വെച്ചിട്ട് ശരിക്കും നല്ല പേരെടുക്കും. ഞാൻ ഈ ഫസ്റ്റ് ടൈം എനിക്ക് നെക്ക് പെയിൻ വന്നിട്ട് ഞാൻ ഫിസിയോതെറാപ്പി ഇപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഇടിയോട്ടായിരുന്നു. നടപ്പ് കണ്ണിന്ന് ഈച്ച പോയി എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഇത് വലിയ, പക്ഷേ ഈ ഹെഡ് നല്ല സ്മൂത്താണ്, അപ്പോൾ അതുകൊണ്ട് വലിയ വേദന എടുക്കുന്നില്ല. കൊള്ളാട്ടാ. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ബോഡി പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ മസിൽ ലൂസാക്കാനുള്ള നല്ല പരിപാടിയാണ്. നമുക്ക് നോർമലി നമുക്ക് അത്യാവശ്യം എക്സസൈസും സംഭവമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോർമലി മസിൽ ഒരു ഹാർഡനിങ് വരും. അപ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മൂത്ത് ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. സോഫ്റ്റൻ ചെയ്യാന്നൊക്കെ പറയും ഇവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കുറച്ച് കാലമായി ഞാൻ വാങ്ങിക്കണോ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ നോർമൽ ടൈപ്പ് മസാജേഴ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ഇതിൻ്റെ ഇഫക്റ്റ് കിട്ടില്ല. മസാജിന് ശരിക്കും നമ്മളിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ മസാജിനൊക്കെ പോയില്ല ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ, അത് അങ്ങനത്തെ പോയി കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടുന്ന ടൈപ്പാണ് അതിൽ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കാം. ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് എങ്ങനെയാണ് വെക്കേണ്ടത്, ഇത് ഹെഡൊക്കെ ജസ്റ്റ് ചുമ്മാ പ്രസ്സാണുണ്ടോ, വേറെ ഒന്നുമില്ല. ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ടേൺ ഓഫ് ദ മസാജർ ഗൺ ബിഫോർ ക്ലീനിങ്, യൂസ് എ സ്ലൈറ്റ്ലി ഡാം ടവൽ ടു വൈപ്പ് ദ ഡിവൈസ്. അത്രേ ഉള്ളൂ, ഡ്രൈയിങ് ആണ്. ഒരു സാധനം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ ബോക്സിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ കേട്ടോ, ഡസ്റ്റ് കയറാണ്ടിരിക്കാൻ. പിന്നെ വേറെ ഒന്നുമില്ല, ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. വാണിംഗ് എന്താ കൊടുത്തിട്ടുണ്ട്, അത് അൺപ്ലഗ് ദ പവർ സോഴ്സ് ആഫ്റ്റർ ടേണിംഗ് ഓൺ ദ ഡിവൈസ്. കുത്തിയിട്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂട്ടിലൈസ് ദ മസാജിങ് ഹെഡ് ദാറ്റ് ഓഫർ ഒപ്റ്റിമൽ മസാജിങ് എഫക്റ്റീവ്നെസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മസാജിങ് ഹെഡ് ഉപയോഗിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. റീഫ്രെയിൻ ഫ്രം യൂസിങ് ദ ഡിവൈസ് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 15 minutes ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുപ്പിച്ച് 15 മിനിറ്റിന് മുകളിൽ. അലോ എ 30-minute ബ്രേക്ക് ബിഫോർ ദ ഇൻ്റർവെൽ, ഒരു 30 മിനിറ്റ് ഇൻ്റർവെൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5 watt 2 ampere ആണ് ചാർജിങ്ങിന് വേണ്ടത്. നമ്മുടെ നോർമൽ പ്ലഗിൽ കുത്തിയാൽ മതി. ഇപ്പം എൻ്റെ ഈ എന്താ പറയുക നോർമൽ പ്ലഗിലൊക്കെ USB പോർട്ട് ഉണ്ട്, അപ്പോൾ അതിൽ കുത്തിയാൽ മതി. അഡാപ്റ്റർ, നമ്മുടെ ഇഡിയോട്ട് അഡാപ്റ്ററിൽ മുമ്പേ കുത്തിരുന്നാണ് പറഞ്ഞിരിക്കുന്നവർ. പിന്നെ എൻഷുവർ ദ ഡിവൈസ് ഈസ് പവേർഡ് ഓഫ് ബിഫോർ റിമൂവിങ് ദ ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ട്. ബാറ്ററി ഒന്നുമില്ല, ബാറ്ററി വരാനൊന്നും പറ്റില്ല കേട്ടോ. ഡിസ്പോസ് ഓഫ് ദ ബാറ്ററി ഇൻ എ സേഫർ മാനർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഊരി കഴിഞ്ഞുള്ള കാര്യവും പറയണവർ. ബാറ്ററി എക്സ്പോസ്ഡ് ഒന്നും അല്ല കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഒരു ചെറിയ സ്റ്റാർട്ട് ഗൈഡാണ്. അത്രയുള്ള സംഭവമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊരു മസാജ് ഗൺ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ സാധനം റെക്കമെൻഡ് ചെയ്യും. എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. എനിക്കിത് പക്ഷേ ഈ സ്വിച്ച് കുറച്ച് മുമ്പിലേക്ക് വെക്കായിരുന്നു, എൻ്റെ ബാക്കിലാണ് സ്വിച്ച് വന്നിരിക്കുന്നത്. അത് മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പോയിട്ട് അമർത്താം. പക്ഷേ ചെറുതാണ്, കൈ എത്തുക ചെയ്യും, എന്നാലും പക്ഷേ ഉണ്ട്. നമുക്കിപ്പോൾ ഇത് എന്ത് ഓഫ് ചെയ്യണമെങ്കിൽ അത് അമർത്തി പിടിച്ചാൽ മതിയിട്ടാണ്, ലോങ് പ്രസ്സാണ് ഓഫ് ആയി കണ്ടു. ഒരു ലൈറ്റിംഗ് എത്തും ബാക്ക് സൈഡിൽ ഞാൻ കാണിച്ചെന്നില്ലേ. അപ്പോൾ ഓവറോൾ നല്ല സാധനം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബിൽ ക്വാളിറ്റി ഈ പ്രൈസിന് നല്ല ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബിൽ ക്വാളിറ്റി എത്രയും ബിൽ ക്വാളിറ്റി തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവരുടെ ഞാൻ ഡോക്ടർ ടെസ്റ്റിന് മുമ്പ് സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര ബിൽ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് 1000 രൂപയുടെ താഴെയായിട്ട് പോലും നല്ല ബിൽ ക്വാളിറ്റി വരുന്നുണ്ട്. അതെനിക്ക് ശരിക്കും
നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളൊരു മസാജ് ഗൺ നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ നോക്കാൻ മറക്കണ്ട, പ്രത്യേകിച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വിളിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിലാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്, കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് കാണിക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തില്ലാണ്. ബൈ.